യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. 1 John chapter 3 verse 8, അതിൻ്റെ ലാസ്റ്റിൽ വരുന്ന ഭാഗം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശുക്രിസ്തുവിന്റെ മാറോട് ചാരിയ യോഹന്നാൻ യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിൻ്റെ പരമപ്രധാനമായ കാര്യങ്ങൾ തൻ്റെ ലേഖനങ്ങൾക്കകത്ത് വിവരിക്കുമ്പോൾ ഈ അധ്യായം തുടങ്ങുന്നത്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരും. ഒരു ദൈവ പൈതൽ ആരാണ്? എന്തിനാണ് നിന്നെ ദൈവത്തിൻ്റെ മകനാക്കിയത്, മകളാക്കിയത് എന്നൊക്കെ ലേഖന കർത്താവ് വിവരിക്കുക. ക്രിസ്തുവിൻ്റെ മാറോട് ചാരിയ യോഹന്നാൻ യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിൻ്റെ പരമപ്രധാനമായ പല ഉദ്ദേശങ്ങൾക്കകത്തെ ഒരു ഉദ്ദേശം വെളിപ്പെടുത്തുക, പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ബൈബിൾ പറഞ്ഞ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. ഈ ഭൂമിയിൽ പൈശാചിക പ്രവർത്തികളുണ്ട്. എന്നാൽ കർത്താവ് പറയുക, അവൻ പ്രവർത്തിച്ചോട്ട്, ഞാൻ അഴിച്ചോളാം. അങ്ങനെയാണെങ്കിൽ എന്താണ് പിശാചിന്റെ പ്രവർത്തികൾ? എങ്ങനെയാണ് പിശാചിന്റെ പ്രവർത്തികൾ അഴിയപ്പെടുന്നത്? മനുഷ്യജീവിതത്തിൽ പൈശാചിക പ്രവർത്തികൾ ഉണ്ടാകുമോ? പൈശാചിക പ്രവർത്തികൾ എങ്ങനെ അഴിയപ്പെടും? ഒരാളെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കണോ അഴിയാൻ? ഒരു പാസ്റ്റർ വിചാരിച്ച അഴിയുമോ? ഞങ്ങൾക്കൊക്കെ അഴിക്കാൻ കൃപയുണ്ടോ? അതോ വേറൊരാൾ വന്ന് അഴിക്കണോ? എങ്ങനെ അഴിയുന്നെന്നൊക്കെ വേദപുസ്തക വെളിപ്പാടിൽ ധ്യാനിക്കാൻ പോവുക. പക്ഷെ ഇന്നുകൊണ്ട് ധ്യാനിച്ച് തീരത്തില്ല. സമയമുള്ളപ്പോഴൊക്കെ ഈ വിഷയം ധ്യാനിക്കാം. സ്തോത്രം. എന്താണ് പിശാചിൻ്റെ പ്രവർത്തികൾ? പിശാചിൻ്റെ പ്രവർത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് മനുഷ്യനെ പിശാച് ബന്ധനസ്ഥരാക്കി തീർക്കുക. മനുഷ്യരെ പിശാച് ബന്ധനസ്ഥരാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ, പിശാചിൻ്റെ ബന്ധനങ്ങൾക്ക് ഒരിക്കലും മനുഷ്യ കണ്ണുകൾ കൊണ്ട് പിശാചിൻ്റെ ബന്ധനങ്ങൾ കാണാൻ കഴിയത്തില്ല. സ്തോത്രം. കെട്ടിയിട്ട വള്ളത്തിൽ തുഴഞ്ഞാൽ, ഒരു ജന്മം മുഴുവൻ തുഴഞ്ഞാലും വള്ളം അതേ സ്ഥലത്ത് കിടക്കും, തുഴച്ചിൽ നടന്നുകൊണ്ടേയിരിക്കും. കെട്ടിയിട്ട മൃഗം എത്ര ഉഷിരുള്ള മൃഗമായാലും, എത്രയും കയറിന് നീളമുണ്ടോ, ആ പരിധിക്കപ്പുറത്തോട്ട് പുറത്തു പോകത്തില്ല. എന്നാൽ വള്ളം കെട്ടടിച്ചു വിട്ട് തുഴഞ്ഞാൽ എത്തണിടത്തെത്തും. മൃഗത്തെ കെട്ടടിച്ചു വിട്ടാൽ അവൻ ഓടി കുതിക്കും. നിന്റെ ഓട്ടത്തെയും നിന്റെ മൂവ്മെൻസിനെയും ഒക്കെ എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അഴിക്കാമെന്നാണ് ഇന്നത്തെ പ്രസംഗം. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഏതെങ്കിലും തരത്തിൽ ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണോ? ബൈബിളിൻ്റെ വെളിപ്പാടുകളിലോട്ട് നമുക്ക് ചിന്തകളെ കൊണ്ടുവരാം. സ്തോത്രം. ഇവിടെ ബൈബിൾ എഴുതിയിരിക്കുക, പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് നടുവിലുണ്ട്. അവൻ ചെയ്യുന്ന അതിമഹത്തായ ഒരു ശുശ്രൂഷയാണ് ബന്ധിക്കപ്പെട്ടവൻ്റെ ബന്ധനങ്ങളെ അഴിച്ചുവിടുകയാണ്. ഇത് നിന്റെ സമയമാണ്, ഇതെൻ്റെ സമയമാണ്. ഇനിയും ബന്ധനങ്ങൾ മുറുകാൻ പാടില്ല, ബന്ധനങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കണം. ആമീൻ. നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികൾ ആകരുതെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, എല്ലാവർക്കും ബന്ധനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ചിലരൊക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ആ ബന്ധനങ്ങൾ അഴിഞ്ഞേ പറ്റൂ. ബന്ധിക്കപ്പെട്ടവൻ്റെ ബന്ധനം അഴിഞ്ഞാൽ, കെട്ടിയിട്ട വള്ളം തുഴഞ്ഞാൽ വള്ളത്തിന് വേഗത വർദ്ധിക്കുന്ന പോലെ, കെട്ടപ്പെട്ട മൃഗത്തിൻ്റെ ചരട് പൊട്ടിച്ചാൽ നിന്റെ ഓട്ടത്തിൻ്റെ വേഗത കുതിക്കുന്നത് പോലെ ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവപുത്രൻ ഭൂമിയിൽ വന്നത് നിന്റെ കണ്ണുനീരൊപ്പാൻ മാത്രമല്ല, നിന്റെ ബന്ധനങ്ങളെ അഴിച്ചുവിടാൻ കൂടെയാണ്. എന്താണ് ബന്ധനങ്ങൾ?
എങ്ങനെയാണ് ബന്ധനങ്ങൾ അഴിയുന്നത്? ബന്ധനങ്ങൾ വരുന്നത് എങ്ങനെയാണ്? ആഭിചാരം ഇസ്രായേലിന് ഫലിക്കത്തില്ലെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിനക്ക് എന്തുകൊണ്ട് ബന്ധനങ്ങൾ ഫലിച്ചു? എന്തുകൊണ്ട് നീ ബന്ധനത്തിലായി? ബന്ധനത്തിലായെങ്കിൽ ആ ബന്ധനങ്ങൾ ആരഴിക്കും? എങ്ങനെ അഴിക്കും? എപ്പോഴഴിക്കും? ഉപവസിച്ചാൽ അഴിയുമോ? പ്രാർത്ഥിച്ചാൽ അഴിയുമോ? അന്യഭാഷ പറഞ്ഞാൽ അഴിയുമോ? ഉപദേശി കൈവച്ചാൽ അഴിയുമോ? എങ്ങനെ അഴിയും? അതൊക്കെ എനിക്ക് തോന്നുന്ന പറയാൻ പറ്റത്തില്ല, ബൈബിളിലെ വെളിപ്പാടേ പറയാൻ പറ്റും. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ബൈബിളാണ്. സകല കൃപാവരങ്ങളുടെയും അടിസ്ഥാനം ബൈബിളാണ്. വചനമില്ലാത്ത കൃപാവരങ്ങൾ ഒച്ചിരെ പേടിക്കേണ്ടതുണ്ട്. എന്നാൽ വചനമുള്ള കൃപാവരങ്ങളെ പേടിക്കേണ്ട. വചനത്തിനകത്തായിരിക്കും സകല കൃപാവരങ്ങളും.